ഹായ് മക്കളെ, എല്ലാവർക്കും ആൻറ്റിയുടെ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നോ, സന്തോഷമായിരിക്കുന്നോ? ഇന്ന് ഉന്നതിയിലെത്താൻ എന്നുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉന്നതിയിലെത്താൻ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഉന്നതിയിലെത്താൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഇല്ല. ആ ഉന്നതിയിലെത്തണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അപ്പം നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, ഉന്നതിയിലെത്താൻ വേണ്ടി ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം നമുക്ക് ഉന്നതിയിലെത്താൻ സാധിക്കുന്നത്, കഴിയുന്നത്, അതിനെക്കുറിച്ചുള്ള 1-2 പോയിന്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള സമയം അമൂല്യമാണ്. നമുക്ക് ലഭിക്കുന്നതായ ഓരോ സമയം വിലപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഓരോ സമയം വെറുതെ കളയാനില്ല. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ സമയങ്ങളും നമുക്ക് വിലയേറിയതാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും തോറും ആ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. അപ്പോൾ വിജ്ഞാന ഉപാധികൾക്കും കൂടി ഈ സമയങ്ങളെ ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കൂടുതലായിട്ടുള്ള അറിവ് നേടുവാൻ, ഉന്നതപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ, ഏറ്റവും അതിലേക്ക് എത്താനുള്ള സമയങ്ങളെ ചെലവഴിക്കുന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഉന്നതിയിലെത്താൻ ജീവിത വിജയത്തിന് ഉന്നതമായിട്ടുള്ള ചിന്തകൾ ആവശ്യമാണ്. അപ്പോൾ ഒന്നാമതായി പറയുകയാണ്, ഉന്നതിയിലെത്തണമെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഒരു വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്, ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഉന്നതിയിൽ എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉന്നതമായ ചിന്തകൾ ആവശ്യമാണ്. ഏറ്റവും ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ചിന്തകൾ, ചെറിയ രീതിയിലുള്ള ചിന്തകളല്ല, ഉയർന്ന ചിന്തകളാണ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഉയർന്ന ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. ഉന്നതമായ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഉന്നതമായ ജീവിത വിജയത്തിന്, ഉന്നതിയിലെത്താൻ, ആ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഉന്നതമായിട്ടുള്ള ചിന്തകൾ ആവശ്യമാണ്, ഉന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ആവശ്യമാണ്. മൂന്നാമതായി ശുഭപ്രതീക്ഷകൾ പുലർത്തുന്നവരും ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? 3 കൂട്ടം കാര്യങ്ങളാണ് ആൻറ്റി പറഞ്ഞത്. ഉന്നതമായ ജീവിത വിജയത്തിന് ഉന്നതമായ ചിന്തകൾ ആവശ്യമാണ്, ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, ശുഭപ്രതീക്ഷകൾ നമുക്കുണ്ടായിരിക്കണം. ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഉന്നതമായ ചിന്തകളെ ചിന്തിച്ച് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്തകളുമാണ് പലരെയും മഹാന്മാരാക്കിയിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രീയ ഗോളത്തിലാകട്ടെ, സാംസ്കാരിക മേഖലയിലാകട്ടെ, അവരൊക്കെ ഉയർന്ന പദവിയിലേക്കും അവരുടെ ലക്ഷ്യത്തിലേക്കുമൊക്കെ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചവരാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ചും മദർ തെരേസയെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അവരുടെയൊക്കെ ലളിതമായിട്ടുള്ള ജീവിതമാണ് അവരെ വലിയവരാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മഹാന്മാരാക്കിയിട്ടുള്ളത്, ഒരു ഉന്നതിയിലേക്ക് അവരെ എത്തിച്ചത്. ആ ലളിതമായിട്ടുള്ള ജീവിതവും മാത്രമല്ല, അവർക്ക് ഉയർന്നതായിട്ടുള്ള ചിന്തകളുമാണ്. അവരുടെ ചെറിയ പ്രായത്തിലെ തൻ്റെ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും സഹതാപവും ലളിതമായിട്ടുള്ള ജീവിതവും ഒക്കെയാണ് അവരെ ശ്രേഷ്ഠന്മാരാക്കിയത്, മഹാന്മാരാക്കിയത്. അങ്ങനെയെങ്കിൽ ഓരോ സ്വാർത്ഥതയില്ലാത്തവരായി, അത്യാഗ്രഹമില്ലാത്തവരായി ജീവിച്ചവരാണ് അവർ. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാർത്ഥതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. എല്ലാവർക്കും സെൽഫിഷായിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത്. മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിനു വേണ്ടിയുള്ള ആർത്തികളാണ്, അത്യാഗ്രഹങ്ങളാണ്. പണമാണ് മനുഷ്യനെ കൂടുതൽ ആക്രമാസക്തരാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ലളിതമായിട്ടുള്ള ജീവിതവും ഉന്നതമായിട്ടുള്ള ചിന്തകളുമാണ് ഒരു വ്യക്തിയെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്, ശ്രേഷ്ഠനാക്കുന്നത്, മഹാനാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഉന്നതിയിലെത്തണമെങ്കിൽ നിങ്ങൾ നല്ല ചിന്താഗതി ഉള്ളവരായി, നല്ല ലക്ഷ്യങ്ങളുള്ളവരായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലെ നല്ല പ്രതീക്ഷയോടുകൂടി ഒരു ശുഭയാത്ര, ഒരു ശുഭപ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ലളിതമായിട്ടുള്ളൊരു ജീവിതം, ഉയർന്നമായ ചിന്തകൾ,
അതുമാത്രമല്ല, അത്യാഗ്രഹമില്ലാത്തവരായി, സ്വാർത്ഥതയില്ലാത്തവരായി മുൻപോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഉയർന്ന പദവിയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ വിഷയങ്ങളിലേക്കൊക്കെ വരണമെങ്കിൽ നാം ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതെല്ലാം കാര്യത്തിലാണ്, എന്തിനൊക്കെയാണ് നാം ശ്രദ്ധ കൊടുക്കേണ്ടത്? നിർമ്മലമായ ഒരു മനസാക്ഷി നമ്മിൽ രൂപീകരിക്കുന്നതിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. നിർമ്മലമായ, നിഷ്കളങ്കമായ ഒരു മനസാക്ഷിക്ക് ഉടമയായി തീരണം. ഇന്ന് അനേകരിൽ ആ ഒരു മനസാക്ഷി ഇല്ലാത്ത, കൂസലില്ലാത്ത ഒരു തലമുറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കൂസലില്ലാതെ പോകുന്ന, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത, അനീതിയുള്ള ന്യായാധിപനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ഉപമയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനീതിയുള്ള ന്യായാധിപൻ, അവന്റെ വിശേഷത എന്ന് പറയുന്നത് അവൻ ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല. അപ്പോൾ ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു തലമുറയിലാണ് നാം എത്തി നിൽക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ നിർമ്മലമായിട്ടുള്ള ഒരു മനസാക്ഷി, നിർമ്മലമായിട്ടുള്ള ഒരു മനസാക്ഷി, നല്ലൊരു മനസ്സിന്റെ ഉടമകളായിരിക്കണം. അത് ഉന്നതിയിൽ എത്തണമെങ്കിൽ ഈ നിർമ്മലമായ മനസാക്ഷി രൂപീകരിക്കുന്നതിൽ, നമ്മളിൽ ഉണ്ടാകുന്നതിൽ വളരെ ശ്രദ്ധാലുക്കൾ നമ്മളായിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്താണ് ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവ രൂപീകരണം നടത്തുവാൻ കഴിയുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത്. ഈ സമയത്താണ് നമുക്ക് എന്താ നാം ഭാവിയിൽ നാം എന്തായി തീരണമെന്ന് നമ്മെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയായി തീരണമെന്ന്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ നമ്മുടെ വ്യക്തിത്വ സ്വഭാവത്തെ രൂപീകരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥിനികളായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, ഈ കാലഘട്ടം ഏറ്റവും പ്രയോജനപ്പെടുത്തണം. ഈ സമയം തക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. ഏറെക്കുറെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് മാറ്റം സംഭവിക്കുന്ന ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല നിർമ്മല മനസാക്ഷികൾക്ക് ഉടമകളായി തീരുവാൻ, അതായിരിക്കണം നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തുവാൻ. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് ഈ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ആർജിച്ചെടുക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? നിർമ്മലമായ ഒരു മനസാക്ഷി രൂപീകരിക്കുന്നതിൽ നാം ശ്രദ്ധിക്കണം. മാത്രമല്ല, ശരി ഏതാണ്, തെറ്റേതാണ് എന്നുള്ളതായിട്ടുള്ളൊരു തിരിച്ചറിവ് സ്വയമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്, അതിനെ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിലെ പോകുക, ഇതിലെ പോകരുത് എന്ന് പറയുന്ന ഒരു സ്വരം എന്ത് ചെയ്യാം? നമുക്ക് ഈ സമയങ്ങളിൽ കേൾക്കാൻ കഴിയും. സ്വന്തമായിട്ട് ശരിയും തെറ്റും ഏതെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ അങ്ങനെയുള്ളൊരു ആർജവ ശക്തി ഈ സ്വഭാവ രൂപീകരണത്തിലൂടെ ഉണ്ടാകുന്നത് നിമിത്തം ഇതിലെ പോകുക, ഇതിലെ പോകരുത് എന്നുള്ളതായ ഒരു സ്വരം, നമ്മെ നിയന്ത്രിക്കുന്ന ഒരു നിർമ്മല മനസാക്ഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ മനസാക്ഷിയിലൂടെ ആര് നമ്മോട് സംസാരിക്കും? വാസ്തവമായി ദൈവം നമ്മോട് സംസാരിക്കും. അത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ എന്തൊക്കെ ഉന്നതിയിൽ എത്തണമെങ്കിൽ ഉന്നതമായ ചിന്തകൾ ആവശ്യമാണ്, ഉന്നതമായ ലക്ഷ്യങ്ങൾ ആവശ്യമാണ്, ശുഭപ്രതീക്ഷകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ജീവിതത്തിലേക്ക് നാം എത്തപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നാം ശ്രദ്ധ കൊടുക്കണം? ഒന്നാമതായി നാം നിർമ്മല മനസാക്ഷി എന്ത് ചെയ്യണം? രൂപീകരിക്കണം. മാത്രമല്ല, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സമയത്ത് ആർജിച്ചെടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾക്കകത്ത് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യരുതാത്തത്, ഏതിലെ പോകണം, ഏതിലെ പോകരുത് എന്നുള്ളതായ കാര്യം നമ്മുടെ മനസാക്ഷിയോട് ആര് നമ്മോട് സംസാരിക്കും? സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ ആ ശബ്ദത്തിന് മുൻപാകെ അനുസരണയോടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ, അതെ, ദൈവം പറയുന്നതായ വഴിയിലൂടെ നാം പോകുമ്പോൾ, നമ്മുടെ മനസാക്ഷി അതിലേക്ക് രൂപീകരിക്കപ്പെടുമ്പോൾ, സർവശക്തനായ ദൈവത്തിന്റെ ആശ്രയം നമ്മെ എവിടെ എത്തിക്കും? ഉന്നത പദവിയിലേക്ക് എത്തിക്കുവാനിടയായി തീരും. അപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹം, പല ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നല്ല നല്ല ആഗ്രഹങ്ങളെ മുൻനിർത്തി ദൈവത്തിലുള്ള ആശ്രയം നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും. അപ്പൊ നാം ശ്രദ്ധ കൊടുക്കേണ്ട ഏത് വിഷയത്തെക്കുറിച്ചാണ് നാം കേൾക്കുവാനിടയായി. ഇനി അടുത്തത് എന്താണ് നമുക്ക് വിട്ട് കളയേണ്ടത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു നിർമ്മല
മനസാക്ഷിയും അതിനുള്ളൊരു കഴിവുമാണ്. ഈ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് വിട്ടുകളയേണ്ടതായ ഈ സമയമാണ് നമ്മെ ഭാവിയുടെ വക്താക്കളാക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഭാവി, നല്ല സമൂഹത്തിന് നാം മാതൃകയാക്കി തീരുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, ഈ സമയങ്ങളിൽ നാം അത് പാലിക്കുമ്പോഴാണ് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ, വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ വളർന്നു വരുമ്പോൾ അതൊക്കെ നമ്മെ എന്ത് ചെയ്യും, വിട്ടുകളയാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ മനസ്സ് ക്ഷീണിപ്പിക്കരുത്. അതെനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ അതിനെ വിട്ടുകളയുക. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്ക് ശ്രദ്ധ വെച്ച് മുൻപോട്ട് പോകുക. പലപ്പോഴും പരീക്ഷാ സമയങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പോൾ അതൊന്നും ഓർത്ത് നിരാശപ്പെടരുത്. പ്രയോജനമില്ലാത്ത ചിന്തകളെ തള്ളിക്കളയുക. അപ്പോൾ പ്രയോജനമില്ലാത്ത ചിന്തകളെ തള്ളിക്കളയുക. സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യണം, ആലോചിച്ച് വെറുതെ നമ്മുടെ മനസ്സ് ക്ഷീണിപ്പിക്കരുത്. എന്തെല്ലാം കാര്യങ്ങളിൽ വിട്ടുകളയേണ്ടത് ആവശ്യമാണ് ആലോചിച്ച് വെറുതെയുള്ള ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യരുത്, ക്ഷീണിപ്പിക്കരുത്. പ്രയോജനമില്ലാത്ത ചിന്തകളെ നാം തള്ളിക്കളയുക. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഉറുമ്പിനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നതുകൊണ്ട്, അപ്പോൾ ഉറുമ്പിനെ കുറിച്ച് ഉപമിച്ചുകൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി നീ ബുദ്ധി പഠിക്കുക. വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു, അത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് അതിൻ്റെ തീൻ ശേഖരിക്കുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ജീവിയായ ഉറുമ്പ് ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിയും വിവേകമുള്ള കുട്ടികൾ എത്രയധികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യണം. അപ്പോൾ ഏറ്റവും ചെറിയ ജീവിയായിരിക്കുന്ന ഉറുമ്പ് വേനൽക്കാലത്തും കൊയ്ത്തുകാലത്തും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള, കഴിവുള്ള, വിവേകമുള്ള കുഞ്ഞുങ്ങളായ കൂട്ടുകാർ എത്രയധികമായിട്ട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, എത്രയധികമായിട്ട് സമയത്തെ വലിയ വില കൊടുത്ത് വലിയ നേട്ടങ്ങൾ ഈ സമയങ്ങളിൽ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ രൂപീകരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ജീവിതത്തെയും രൂപീകരിക്കുന്നത്, ജീവിതത്തെ ഒക്കെ രൂപീകരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം നിങ്ങളെ സഹായിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തിന്റെ നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനിടയായിത്തീരും. അതുകൊണ്ട് ഉന്നതിയിലെത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഉന്നതമായ ചിന്തകൾ ആവശ്യമാണ്, ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, ശുഭപ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം. ഈ 3 വിഷയം നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കാനിടയായിത്തീരും. മാത്രമല്ല, ആ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധ കൊടുക്കണം? നിർമ്മലമായ ഒരു മനസാക്ഷി രൂപീകരിക്കുന്ന ശ്രദ്ധ കൊടുക്കണം. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ആർജവ ശക്തി, അതിനുള്ള കഴിവ് ഏറ്റെടുക്കുന്നതിന് നാം എന്ത് ചെയ്യണം? അത് ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. രണ്ടാമതായിട്ട് അപ്പോൾ ആ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. മാത്രമല്ല, വിട്ടുകളയേണ്ടത് എന്താണ്? ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കരുത്. പ്രയോജനമില്ലാത്ത ചിന്തകൾ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ശുഭപ്രതീക്ഷയോടും ശുഭകരമായിട്ടുള്ള ലക്ഷ്യത്തോടും ഉന്നതമായ ചിന്തകളോടും കൂടി നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആശ്രയം ഇതിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൂട്ടുകാരെ, ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? ഉന്നതിയിലേക്ക് എത്തിക്കും, ഏറ്റവും ശ്രേഷ്ഠരാക്കും, ഏറ്റവും മഹാന്മാരാക്കും. സമൂഹത്തിന്, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, സഹോദരങ്ങൾക്ക്, ഈ കാലഘട്ടത്തിനൊക്കെ ഏറ്റവും നല്ല ശ്രേഷ്ഠരായ മഹാന്മാരായ ഒരു നല്ല അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപമയാണ് സർവശക്തനായ കർത്താവ് സദൃശവാക്യങ്ങൾ ഏറ്റവും ചെറിയ ജീവിയെ ഉറുമ്പിനെ താരതമ്യപ്പെടുത്തി നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. വേനൽക്കാലത്തും കൊയ്ത്തുകാലത്തും ഒരുപോലെ അധ്വാനിക്കുന്ന ആ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ പറയുമ്പോൾ, ബുദ്ധിയും വിവേകവുമുള്ള കൂട്ടുകാരെ, നിങ്ങൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ.